ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ FAUGP സ്റ്റുഡൻസിന്, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ FAUGP സ്റ്റുഡൻസിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 25th നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ഫ്രണ്ട് ഷീറ്റ്, അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്ന ഷീറ്റ് ഉണ്ടല്ലോ, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തരുന്ന പേപ്പർ, അതിൻ്റെ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കോളേജസിലൊക്കെ ഓൾറെഡി അത് അവർക്ക് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ആദ്യമായിട്ടാണല്ലോ പലപ്പോഴും ഡിഗ്രി ലെവലൊക്കെ തന്നെ, PG ലെവലിലാണെങ്കിൽ പോലും പലപ്പോഴും കുട്ടികൾക്കത് കുറച്ച് സംശയം ഉണ്ടാവും. കാരണം നമ്മൾ എക്സാമിന് മാത്രമേ അത് കാണുന്നുള്ളൂ. അപ്പം ചിലപ്പോൾ എത്ര എക്സാംസ് കഴിഞ്ഞാലും കുട്ടികൾക്ക് ആ ഫേസിങ് ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും അവർ സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. മുമ്പ് നമ്മൾ നമ്മുടെ നോർമൽ ഡിഗ്രി ലെവലിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ ആ പേജിൽ എങ്ങനെയാണത് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും FAUGPക്കാർക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സെയിം ഷീറ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി തരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. FAUGPക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫേസിങ് ഷീറ്റ് ഒന്നും തന്നെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ഷീറ്റ് തന്നെയാണ് തരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മുമ്പുള്ള അതേ ഷീറ്റ് തന്നെയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് വ്യത്യാസം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഫേസിങ് ഷീറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇട്ടേക്കാം. അപ്പം അതും വേണമെങ്കിൽ കയറി കാണാം. പിന്നെ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട, അതായത് ഈ ഫേസിങ് ഷീറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് തൊട്ടടുത്ത പേജിൽ തരുന്ന ഡൂസ് ആൻഡ് ഡോൺട്സ് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എക്സാം ഹാളിൽ എന്നുള്ളത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഫേസിങ് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഹോൾ ടിക്കറ്റ് ഉണ്ടാവും, നിങ്ങളുടെ അപാർ ID നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഫേസിങ് ഷീറ്റ് ഫില്ല് ചെയ്യുന്നത്. ഫേസിങ് ഷീറ്റിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മുകൾ ഭാഗത്ത് ഈ ഒരു പാർട്ട്, അത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സിംഗിൾ ഷീറ്റിലാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന 3 ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ഒറ്റ ഷീറ്റിലുള്ള കാര്യങ്ങളാണ് 3 പാർട്ടായിട്ട് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഈ പറഞ്ഞ പോലെ നെയിം ഓഫ് എക്സാമിനേഷൻ വിത്ത് പ്രോഗ്രാം, നെയിം ഓഫ് കോഴ്സ്, പിന്നെ ഇയർ എഴുതാൻ 2020 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2024 ആണ് ഒബ്വിയസ്ലി നമുക്കറിയാം. ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവും. എന്ത് എക്സാമാണ്, നമ്മൾ ഏത് കോഴ്സാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പറിലും ഹോൾ ടിക്കറ്റിലും ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കി എഴുതിയാൽ മതിയാവും നിങ്ങൾക്കിവിടെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് മാത്രം അറിയുക എന്നുള്ളതാണ്. എക്സാം കോഡ്, കോഴ്സ് കോഡ്, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഒക്കെ തന്നെ നമുക്ക് ഈ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ കയ്യിലുള്ള ഹോൾ ടിക്കറ്റിലുമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് നമ്മൾ നോക്കി എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക. നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എത്തിയിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, ഇപ്പം 1:30ക്ക് തുടങ്ങുന്ന ഒരു എക്സാമിന്, അല്ലെങ്കിൽ 2 മണിക്ക് തുടങ്ങുന്ന ഒരു എക്സാമിന് 2 മണിക്കല്ല നമ്മൾ കോളേജിലേക്ക് എത്തേണ്ടത്. പിന്നെ അവിടെ നിന്നല്ല നമ്മൾ ക്ലാസ് റൂം കണ്ടെത്തി അവിടേക്ക് ഓടി എത്തേണ്ടത്. നമ്മൾ കൃത്യമായിട്ടും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആ ഹാളിൽ എത്താൻ ശ്രമിക്കണം. എവിടെയാണ് നമ്മുടെ ഹാൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അവിടെ എത്താൻ ശ്രമിക്കണം. അവിടെ ചെന്നൊന്ന് റിലാക്സ് ചെയ്ത്, ഒരു ടീച്ചർ എന്തായാലും 1:30ക്കുള്ള എക്സാമിന് 1:30ക്കല്ല ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വരുന്നത്. അവർ മിനിമം ഒരു 15 മിനിറ്റ്സ് മുമ്പേ എത്തിയിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ വരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ടൈമിന് വേണ്ടിയിട്ടാണ്. അവർ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ഷീറ്റ് തരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറോട് ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്കറിയാവുന്നതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള, നമുക്ക് നോക്കി എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാകുള്ളൂ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതുക, ടൈം എപ്പോഴാണ് എന്നുള്ളത് എഴുതുക, ടൈം എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നുള്ളത്, ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് പാർട്ടിൽ ഉള്ളത്. ഇത് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ റിലാക്സ്ഡ് ആവുക എന്നുള്ളതാണ്. കാരണം ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് പറ്റുകയില്ല, നമുക്കറിയാം. സോ അതുകൊണ്ട് റിലാക്സ്ഡ് ആവുക ഒന്നാമത്തെ കാര്യം. സമാധാനമായിട്ട് എഴുതുക. ഈ 1:30ക്ക് ഹാളിലെത്തിയാൽ ഇത് എഴുതിയിട്ട് വീണ്ടും നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട്, ഒന്നാമത് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പം ആദ്യമായിട്ട് വരുമ്പം. പിന്നെ എക്സാമിൻ്റെ എഴുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ നമുക്കൊരു ടെൻഷൻ കൂടുതൽ അന്നേരം ഉണ്ടാകും. ഓൾറെഡി എക്സാം ടെൻഷൻ നമുക്ക് ഉണ്ടാവും, ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ എത്തണം എന്നുള്ളത്. ഇതൊക്കെ സമാധാനമായിട്ട് ഫില്ല് ചെയ്യുക. തെറ്റിപ്പോയാലും അവിടെ ഇട്ടിപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ അത് തെറ്റിപ്പോകുന്നു, ഉടനെ അതിൻ്റെ പുറത്തിട്ട്, ഇപ്പോൾ ഡേറ്റ് എഴുതിയപ്പോൾ തെറ്റിപ്പോയി, നമുക്ക് ചിലപ്പം 25th എന്നുള്ളത് 26th എന്നായിപ്പോയി, അല്ലെങ്കിൽ മുമ്പത്തെ ഒരു ഡേറ്റ് ആയിപ്പോയി, 11 എന്നുള്ളത് 10 ആയിപ്പോയി.
അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഉടനെ അതിൻ്റെ പുറത്തിട്ട് വീണ്ടും വീണ്ടും കറുപ്പിക്കാതെ നമ്മളൊന്നത് വെട്ടിക്കളഞ്ഞതിന് ശേഷം വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ അതിൽ തന്നെ ഇട്ട് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അതിൻ്റെ പുറത്ത് തന്നെ ഇട്ടിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മിഡിലായിട്ട്, ആ പേപ്പറിൻ്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അല്ല ആൻസേഴ്സ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമല്ല. ഇത് ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് മാർക്ക് ഇടാനുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. എങ്ങനെയാണോ നിങ്ങളുടെ മാർക്ക്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. 35 വരെ നമ്പർ ഇട്ടേക്കുന്നു, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ടീച്ചേഴ്സിൻ്റെ പാർട്ടാണ്. മാർക്ക് ഇടുന്ന സമയത്ത് അവരത് കൃത്യമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ നോക്കി അവർ ചെയ്തോളും. അപ്പോൾ അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാൻഡ് ടോട്ടലിന് ഒരു സ്പേസ് ഉണ്ട്, ഓരോ സെഷൻ്റെയും ടോട്ടൽ മാർക്സിന് സ്പേസ് ഉണ്ട്, ഗ്രാൻഡ് ടോട്ടലിന് സ്പേസ് ഉണ്ട്. അതൊക്കെ ടീച്ചേഴ്സിൻ്റെ പാർട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പാർട്ട് ഇതുപോലെയാണ്. ഒരു ഫോൾസ് നമ്പർ ഇട്ടിട്ട് ഒരു പേജ് ആയിരിക്കും താഴ്വശം. ഈ ഫ്രണ്ട് ഷീറ്റിൻ്റെ ഏറ്റവും താഴത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. മുകളിൽ നമ്മൾ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും എഴുതാനുള്ളത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതാൻ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ മുകളിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ അല്ല, കാൻഡിഡേറ്റ് കോഡ് അല്ല ഉണ്ടായിരിക്കുന്നത്, അബാർ ഐ ഡി എഴുതണം എന്നാണ് നമുക്കിപ്പോൾ തരുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അബാർ ഐ ഡി ഉണ്ടാവും. അബാർ ഐ ഡി ചില ആൾക്കാർക്ക് കാണാതറിയാം, കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും അതിൻ്റെ ആ ഐ ഡി ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ കോളേജിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തരും, എങ്ങനെയാണ് ഒറിജിനൽ കൊണ്ടുവരണോ കോപ്പി കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ ഇൻസ്ട്രക്ഷൻ തരും. അതിനനുസരിച്ച് നിങ്ങളത് കൊണ്ടുവരിക, വന്നിട്ട് നോക്കി അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫിഗേഴ്സിലും എഴുതണം, വേർഡ്സിലും എഴുതണം. ഇപ്പം ഫിഗേഴ്സിൽ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളത് ആദ്യം ഫിഗേഴ്സിൽ എഴുതുന്നു, അപ്പോൾ ആ റെഡി നോക്കി എഴുതുന്നു. ഇൻ കേസ് ഇത് തെറ്റിപ്പോയാലും, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അപ്പോൾ ആ റെഡി തെറ്റിപ്പോയാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേപ്പർ തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഏറ്റവും കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻ കേസ് ഒരു നമ്പർ എഴുതി തെറ്റിപ്പോയാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സമാധാനമായിട്ട് അതൊന്ന് വെട്ടി, വലിയ ബോക്സ് ആണല്ലോ, അതൊന്ന് വെട്ടി അതിൻ്റെ മുകളിലേക്ക് കാണാൻ പറ്റുന്ന പോലെ എഴുതുക. വേർഡ്സിൽ എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ വേർഡ്സിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ നമ്പർ തുടങ്ങുന്നത്, അപ്പോൾ റെഡിയുടെ ആദ്യത്തെ നമ്പർ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എഴുതുന്നത് 6 എന്നാണെങ്കിൽ, താഴെ വേർഡ്സിൽ എഴുതുമ്പം SIX 6 അങ്ങനെ വേണം എഴുതാൻ. SIX 6 എന്ന് വേർഡ്സിൻ്റെ കോളത്തിൽ ചെറുതായിട്ട് എഴുതണം. അടുത്തത് 4 എന്നാണെങ്കിൽ FOUR 4 എന്ന് വേർഡ്സിൻ്റെ കോളത്തിൽ എഴുതണം. അടുത്ത ഫിഗേഴ്സിൽ എഴുതുന്നത് 1 എന്നാണെങ്കിൽ താഴെ വേർഡ്സിൽ എഴുതുമ്പം ONE 1 എന്ന്, അങ്ങനെയാണ് വേർഡ്സിൽ എഴുതേണ്ടത്. അത് അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ 3 പാർട്ടാണ് ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് പേജ് ഇത് ഒറ്റ ഷീറ്റാണ്, ഞാൻ 3 പാർട്ടായിട്ട് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഒരു ഷീറ്റാണ്, സിംഗിൾ ഷീറ്റാണ്. ഈ നിങ്ങളുടെ കയ്യിലേക്ക് ആ പേപ്പർ കിട്ടുമ്പോൾ ആൻസർ എഴുതാനുള്ള ബുക്ക്ലെറ്റാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പർ അല്ല തരുന്നത്, ബുക്ക്ലെറ്റാണ്. അതിൻ്റെ ഫ്രണ്ട് ഷീറ്റാണ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കാണിച്ചതുപോലെ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഫേസിംഗ് ഷീറ്റ് ഓൾറെഡി ക്ലാസ് റൂംസിലൊക്കെ കൊണ്ടുവന്ന് കോളേജസിലൊക്കെ ഫെമിലിയറൈസ് ചെയ്ത് കാണും. ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും അത് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഫെമിലിയറൈസ് ചെയ്യാന്നുള്ളത് കോളേജസ് ചെയ്യുന്നതാണ്. എന്നാലും സംശയങ്ങളുണ്ടാകും, അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെയും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതാൻ സ്ഥലമുണ്ട്. ഡേറ്റ് എഴുതുക, ടൈമില്ല. മുകളിൽ ടൈം എഴുതാൻ സ്ഥലമുണ്ട്. ഇവിടെ താഴെ പാർട്ടിലേക്ക് വരുമ്പോൾ ടൈം എഴുതാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. പകരം ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്താൽ മാത്രം മതിയാകും. മുകളിൽ അതുപോലെ ടിക്ക് ചെയ്താൽ മതി, ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് ടിക്ക് ചെയ്താൽ മാത്രം മതിയാകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും തെറ്റിപ്പോയാലും ഉടനെ അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ ഇരിക്കുന്ന ടീച്ചറിനോട് പറയുക, കൃത്യമായിട്ട് അതൊന്നും, അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു തരും. അതിൻ്റെ പുറത്തിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. വീണ്ടും വീണ്ടും അത് കറുപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് എന്താണെന്ന് ക്ലിയർ ആകാതെ ഒന്ന് വെട്ടിയിട്ട് അത് നോക്കുന്ന ആൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് കൃത്യമായിട്ട് മുകളിലോട്ടൊന്ന് എഴുതി കാണിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്.
ഇനി നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എക്സാം ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓൾറെഡി അറിയാം. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, കാരണം അതിൽ കൊടുത്തിട്ടുള്ളതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. അത് വായിക്കാനുള്ള സമയം ചിലപ്പോൾ എക്സാം ഹാളിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഈ പറഞ്ഞ ഡീറ്റെയിൽസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.